Okay, page number 176. Our dress. ശ്രദ്ധിക്കണേ, മിസ് വായിക്കാം. People in different parts of our country wear different clothes. This depends on the climate and culture of that place. The climate of a place determines the type of clothes people wear at different times of the year. People living in cold areas wear thick woolen clothes, while those living in warm areas wear light cotton clothes. People in different parts of our country wear different clothes. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളിലെല്ലാം ആർക്കാണ് എന്താണ് ഡിഫറെന്റ് ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുക, അല്ലേ? കേരളത്തിലുള്ള പോലെയല്ല, തമിഴ്നാട്ടിലുള്ള പോലെയല്ല ഇവിടെ ആന്ധ്രയില്. ഇപ്പം നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ഡ്രസ് ആണ് യൂസ് ചെയ്യാം. Okay. Then, people in different parts of our country wear different clothes. This depends on the climate and culture that place. Dress depends on the climate. In different areas, and people wear different types of dresses. Dress depends on that climate, that place climate. ആ സ്ഥലത്തുള്ള കാലാവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഡ്രസ് ധരിക്കുക, അല്ലെ? നമുക്കറിയാം, നല്ല ചൂടുള്ള സമയം വന്ന സമ്മർ സീസൺ ആയി, നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ധരിക്കുക? ലൈറ്റ് കോട്ടൺ ഡ്രസ്സാണ് ധരിക്കുക, അല്ലെ? ഇനി നല്ല മഴക്കാലൊക്കെ ഒന്ന് ഭയങ്കര തണുപ്പൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവർക്കും വൂളൻ ക്ലോത്ത്സ് ഇല്ലേ ഏഞ്ചൽ റോസ്? അപ്പൊ നമ്മൾ നല്ല തണുപ്പാകുമ്പോൾ എന്ത് ചെയ്യും? വൂളൻ ക്ലോത്ത്സ് ഒക്കെ ധരിക്കും. അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തുള്ള ക്ലൈമറ്റിനനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ ആൾക്കാര് ഡ്രസ്സ് ധരിക്കുക. ഇനി the climate of a place determines the type of clothes wear at different times of the year. People living in cold areas wear thick woolen clothes, while those living in warm areas wear light cotton clothes. അതായത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് വൂളൻ ക്ലോത്ത്സ് ആയിരിക്കും, കട്ടിയുള്ള നല്ല വൂളൻ ക്ലോത്ത്സ്. നമുക്കറിയാം, കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണല്ലേ? അവിടുത്തെ സോൾജിയേഴ്സ് ഒക്കെ നാട്ടിൽ വന്നാൽ പറയുന്നതാ, ഭയങ്കര തണുപ്പാണ്, അവിടെ നമ്മൾ വൂളൻ ക്ലോത്ത്സ് ആണ് ദിവസവും യൂസ് ചെയ്യാന്നൊക്കെ, അല്ലെ? നമുക്കറിയാം, നമ്മുടെ നാട്ടില് അത്ര വലിയ സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? നല്ല വൂളൻ ക്ലോത്ത്സ് ഉപയോഗിക്കും. ഇപ്പൊ സമ്മർ സീസണിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ലൈറ്റ് കോട്ടൺ ആണ്. ഇനി വിന്റർ സീസണിൽ ഉപയോഗിക്കുന്നതോ വൂളൻ ക്ലോത്ത്സ് ആണ്. അലനെ പറഞ്ഞോ, അലൻ മാത്യു. കട്ടായിട്ട് വരുവാ. അതെന്തോ പ്രോബ്ലം ആയിരിക്കും മോനെ. ബാക്കിയുള്ള ഓക്കെ. അപ്പൊ നമുക്ക് in India different states, അല്ലെ? People in different states are wear different types of clothes, അല്ലെ? Clothes depends upon the climate. അതായത് ആ സ്ഥലത്തുള്ള കാലാവസ്ഥയനുസരിച്ചാണ് നമ്മുടെ ഡ്രസ്സിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ കൾച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഡ്രസ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇനി നമുക്കറിയാം, സമ്മർ സീസണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോട്ടനും അതുപോലെ വിന്റർ സീസണിൽ വൂളൻ ക്ലോത്ത്സ് ആണ് ഉപയോഗിക്കുക, അല്ലേ? യെസ്. ഇനി കോമൺ ഡ്രസ്സസ്. ഇന്ത്യൻ വിമൻ വിയർ കളർഫുൾ ഡ്രസ്സസ്. സം ഡ്രസ്സസ് ആർ കോമൺ ആൻഡ് പോപ്പുലർ ത്രൂ ഔട്ട് ദ കൺട്രി. സാരീസ്, സൽവാർ കമ്മീസ്, ട്രൗസേഴ്സ്, ഷർട്ട്സ്, skirts are worn by women all over India. The saree is the most common dress. It is worn in different areas, in different ways in different areas. We can guess the state to which a woman belongs from the way she wears her saree. Indian men also wear many kinds of dresses. However, the most common dress is trousers and shirts. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ കൂടുതൽ എന്താ ഉപയോഗിക്കുക? ലേഡീസ് സാരി അല്ലെങ്കിൽ ചുരിദാറാണ് ഉപയോഗിക്കുക, അല്ലെ? അല്ല മക്കളെ, കേരളത്തിലെ ലേഡീസ് മിക്കവാറും സാരി അല്ലെങ്കിൽ ചുരിദാറാണ് യൂസ് ചെയ്യുക. ഇന്ത്യൻ വിമൻ വിയർ കളർഫുൾ ഡ്രസ്. ഇന്ത്യയിലെ സ്ത്രീകൾ മിക്കവാറും നല്ല കളർഫുൾ ആയ ഡ്രസ്സ്, ചുവപ്പ്, കറുപ്പ്, പച്ച, അങ്ങനെ പലതരത്തിലുള്ള കളറുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുക. Some dresses are common and popular throughout the country. ചില ഡ്രസ് രാജ്യം മുഴുവനും പോപ്പുലർ ആണ് അല്ലെങ്കിൽ കോമൺ ആണ്. നമുക്കറിയാം, സാരി
ഏത് സംസ്ഥാനത്ത് പോയാലും സാരി ഉടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അല്ലേ പക്ഷെ അതിനൊരു വ്യത്യാസം ഉണ്ട് എന്താണ് സാരി ഉടുക്കുന്ന സ്റ്റൈലില് വ്യത്യാസം ഉണ്ടാവും കേരളത്തിലെ സ്ത്രീകൾ ഇതിലെ ഇങ്ങോട്ട് സാരി എടുക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്ന കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ സാരി എടുക്കുമ്പോൾ എല്ലാരും അങ്ങോട്ട് എടുത്തതിന് പകരം അത് അവിടെ നിന്ന് തിരിച്ച് മുന്നോട്ട് അപ്പം സാരി ഉടുക്കുന്ന സ്റ്റൈലിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ അപ്പൊ സാരി എന്ന് പറയുന്ന ഒരു കോമൺ ഡ്രസ്സാണ് പക്ഷെ അത് പലതരത്തിൽ പല സ്റ്റൈലിൽ ഉടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാരും പല സ്റ്റൈലിലാണ് സാരി ഉടുക്കുക ഇനി സാരി സൽവാർ കമ്മീസ് ട്രൗസേഴ്സ് ഷർട്ട്സ് ആൻഡ് സ്കേർട്ട്സ് ആർ വോൺ ബൈ വിമൻ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും മിക്കവാറും ഏതാ ഉടുക്കുക സൽവാർ കമ്മീസ് ചുരിദാർ ട്രൗസേഴ്സ് കാണുന്നില്ലേ ട്രൗസേഴ്സ് 3/4 അതിലൂടെ ബനിയനൊക്കെ ഇട്ട് നടക്കുന്നില്ലേ ഇപ്പൊ സ്ത്രീകള് അല്ലെ ട്രൗസേഴ്സ് പിന്നെ ഷർട്ട് സ്കേർട്സ് മീൻസ് പാവാട ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുക മനസ്സിലായോ ഇന്ത്യയിലെ സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഏതൊക്കെയാ ഇന്ത്യയിലെ സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഏതൊക്കെയാ സൽവാർ കമ്മീസ് ട്രൗസേഴ്സ് ഷർട്ട്സ് ആൻഡ് സ്കേർട്സ് മീൻസ് പാവാട ഇനി ദ സാരി ഈസ് ദ മോസ്റ്റ് കോമൺ ഡ്രസ് സാരി എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ ഡ്രസ് ആണ് സാരി ഇറ്റ് ഈസ് വോൺ ഇൻ ഡിഫറെന്റ് വേസ് ഇൻ ഡിഫറെന്റ് ഏരിയാസ് ഓരോ സ്ഥലത്തെ ആൾക്കാരും അതാണ് മിസ് നേരത്തെ പറഞ്ഞത് ഒരേ ഡിഫറെന്റ് ഏരിയാസിലുള്ള ആൾക്കാരും സാരി ഉടുക്കുന്നത് ഡിഫറെന്റ് സ്റ്റൈലിലാണ് ഇനി we can guess the state to which a woman belongs from the way she wears her sari. Indian men also wear many kinds of dresses. However, the most common dress is trousers and shirts. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീകളുടെ ഡ്രസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ സൽവാർ കമ്മീസ് ട്രൗസേഴ്സ് ഷർട്ട്സ് ആൻഡ് സ്കേർട്സ് പക്ഷെ ആണുങ്ങൾ ഏതാ ഉപയോഗിക്കുക കൂടുതലും ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്സ് ട്രൗസറും ഷർട്ടും അല്ലേ ഇപ്പൊ ഇന്ത്യയിലെ മെയിൻ ആയ ഒരു ആണുങ്ങളുടെ ഒരു കോമൺ ഡ്രസ് എന്ന് പറയുന്നത് ട്രൗസറും ഷർട്ടും ആണ് പക്ഷെ സ്ത്രീകളാവുമ്പോ സൽവാർ കമ്മീസ് ഉപയോഗിക്കും ട്രൗസേഴ്സ് ഷർട്ട്സ് സ്കേർട്സ് ഇതൊക്കെ ഉപയോഗിക്കും അല്ലേ അപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ കാര്യമാണ് പറഞ്ഞത് എന്താണ് ഡിഫറെന്റ് ഏരിയാസ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഏരിയാസ് വെയർ ഡിഫറെന്റ് ഡ്രസ്സസ് അല്ലെ സാരി ഈസ് കോമൺ ഡ്രസ് ഇൻ ദ വേൾഡ് ബട്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് പീപ്പിൾ വെയർ സാരി ഇൻ ഡിഫറെന്റ് സ്റ്റൈൽസ് അല്ലെ പല ആൾക്കാരും പല സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഈ സാരി ഉടുക്കുന്നത് ഡിഫറെന്റ് സ്റ്റൈൽസിലാണ് യെസ് പിന്നെ നമ്മൾ പറഞ്ഞെന്താ സൽവാർ കമ്മീസ് trousers shirts and skirts are the common dress of women in India ഇന്ത്യയിലെ സ്ത്രീകളുടെ കോമൺ ഡ്രസ് ഏതൊക്കെയാ സൽവാർ കമ്മീസ് ഷർട്ട്സ് ട്രൗസേഴ്സ് ആൻഡ് സ്കേർട്സ് ഇനി ഇന്ത്യയിലെ മെൻ ആണുങ്ങളുടെ കോമൺ ഡ്രസ് ഏതാ ട്രൗസർ ആൻഡ് ഷർട്ട് ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്സ് മനസ്സിലായോ ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്സ് ആർ ദ കോമൺ ഡ്രസ് ഓഫ് മെൻ ഇൻ ഇന്ത്യ ഓക്കെ മനസ്സിലായോ മനസ്സിലായവർ മിസ്സിന് തമ്പ് തന്നെ മിസ്സിന് എടുത്തത് മനസ്സിലായവർ തമ്പ് തന്നെ ആവണി തമ്പ് തന്നിട്ടില്ല ആരോൺ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഡ്രസ്സസ് അക്രോസ് റീജിയൻസ് പിന്നെ നമ്മൾ പറഞ്ഞത് ഡ്രസ്സിനെ കുറിച്ചാണ് ഇൻ ഇന്ത്യ different people wear different dresses sari is the common dress in the world then different people different areas of people wear sari in different styles alle yes then dress is based on the climate dress is based on the climate during the summer season we use cotton dresses in winter season we use woolen dresses മനസ്സിലായോ yes പിന്നെ in India women commonly use salwar kameez trousers shirts and skirts but men in India use trousers and shirts അല്ലേ ആരൊന്ന് ഒച്ചത്തിൽ വായിക്ക ആരാ ഒച്ചത്തിൽ വായിക്ക Who will read the lesson loudly? Yes, Asia is ready to read. Okay, Asia, വായിച്ചോ. Lesson 6. Our dress.
People in different parts of our country wear different clothes. This depends on the climate and culture of that place. Culture The of that climate place. of a place determines the type of clothes people wear at different times of the year. People living in cold areas wear thick woolen. Living in warm areas wear light cotton clothes. Common dresses. Indian women wear colorful dresses. Some dresses are common and popular throughout the country. Sari, salwar. Okay, please stop. Please stop. Next one, Shahmavi, please read. Shahma. വായിച്ചേ മോളെ ഷഹ്മ. ഷഹ്മ, please read. ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല അല്ലേ ഷഹ്മ? എവിടെയാ നിർത്തിയതെന്ന് കണ്ടില്ല അല്ലേ? Sari are worn by women all over India. The star is the most common dress. It is worn in different ways. Is different different areas. We can guess. We can guess the state to with a woman belongs from the white sea is here. Start Indian അല്ല she wears her sari എന്നല്ലേ മോനെ? സാരി എന്നല്ലേ ഷഹ്മ? her sari. Indian men also wear kind of dresses. However, the most common dress in trousers and shirts. Okay, please stop. Asia, Shahmavi, Vaisu. Next one, Benita.
Benita, please read. Unmute ചെയ്ത് വായിച്ചേ മോളെ ബെനീറ്റ. Benita. People in different parts of our country wear different clothes. This depends on the climate and വായിച്ചോ? security കേൾക്കുന്നില്ല മോളെ. of that place. The climate of a place determines the type of clothes people wear at different times of the year. People living in cold areas wear the women clothes. While those living in warm areas wear light cotton clothes. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മതി. സ്റ്റോപ്പ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കും? വൂളൻ ക്ലോത്ത്സും. ചൂടുള്ള ഏരിയാസ് ആണെങ്കിൽ അവിടെ നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുക അല്ലേ? നെക്സ്റ്റ് വൺ ജുവൽ. ജുവൽ പ്ലീസ് റീഡ്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. കോമൺ ഡ്രസ്സസ്. India women wear colorful dresses. Some dresses are common and popular throughout the country. Saris, salwar kameez, trousers, shirts and skirts are worn by women all over India. The sari is the most commonly dressed. It is worn in different way in different areas. Okay, ജോമൽ വായിച്ചേ മോനെ. ജോമലെ. ജോമൽ. മിസ് എവിടെ എത്തിയെന്ന് മനസ്സിലായില്ല. അത്ര അടുത്തിരുന്ന് വായിച്ചിട്ട് കേട്ടില്ല എവിടെയാന്ന്? അല്ല മനസ്സിലായില്ലായിരുന്നു. കണ്ടുപിടിക്ക എവിടെയാന്ന്? We can guess the gate to a common which a woman belongs from the where she wears saris. Sari. Indian men also wear many kind of dresses.
However, most ah, common dress is dress is ah, trousers and shirts. and shirts. Okay, please stop. Then Angel Rose Benjamin. Angel. മോളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. Yes. Our dress. ഒന്ന് വായിച്ചേ ഏഞ്ചലെ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. മ്യൂട്ടിലാണുള്ളത്, അൺമ്യൂട്ട് ആയില്ല. Angel. Yes. In different parts of our country where different clothes. This depends on the climate and culture of that place. The climate of a place Climate of a place determines the types of clothes people wear at different times of the year. People living in cool area wear thick clothes. woolen clothes. While Area where light cotton cloths. coats. Okay, please stop. Common dresses. Madi mole. Angel, please stop. അടുത്തതാരാ? അടുത്തത് ഏഞ്ചലെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. സോറി, മ്യൂട്ട് ചെയ്ത്. ഓക്കെ ഓക്കെ. ഹസ്ന ഷെറിൻ. ഹസ്ന, പ്ലീസ് റീഡ്. Common dresses. Please read. Common dresses. Indian common wear colorful dress. Colorful dresses Are common and popular throughout the countries. Silver kameez. Trousers, shirt, skirts. White woman over India sari is the most common dress. India is It is born different in different ways. Different Ways. area we can guess. We can guess. The state to which with a woman belongs.
Okay, please stop Hasna. Toshin. വായിച്ചേ മോനെ ടോഷിനെ. ടോഷിനെ ഒന്ന് ടോഷിനെ വായിക്കേ. കണ്ടില്ല അല്ലേ എവിടെയാന്ന്? അവിടെ നിൽക്കേ, ഞാനിപ്പോ വായിപ്പിക്കാം. സെൽന വായിച്ചേ മോളെ. ടോഷി ശ്രദ്ധിക്കണം, സെൽന വായിച്ചതിന് ശേഷം ടോഷിനാണ് കേട്ടോ അടുത്തത്. From the way she wears her saree. Indian men also wear many kind of dresses. However, the most common dresses is trousers and shirts. വായിച്ചോ? Our dresses. People in different parts of our country wear different clothes. This depends on the climate and the culture of that place. The climate of a place determines the types of clothes some people wear at a different time of the year. People living in cold areas wear thick woolen clothes, while those living in warm areas wear light cotton clothes. Okay, please stop. Juliet. Juliet വായിച്ചേ മോളെ. Common dresses. India women wear colorful dresses. Some dresses are common and popular throughout the country. Sarees, salwar kameez, trousers, shirts and skirts are worn by women all over India. The saree is the most common dress. It is worn in different ways in different areas. We can guess the state to which a woman belongs from the way she wears her saree. Indian men wear many kinds of dresses. However, the most common dresses is trousers and shirts. Okay, good. Avani Mahesh. Avani. Yes. വായിച്ചേ മോളെ. അതിന്റെ ഇടയ്ക്ക് എവിടെയോ പോയല്ലേ ആവണി? ക്യാമറ ഓഫ് ചെയ്തിട്ട് ബെനീറ്റ, എഡ്വിൻ തോമസ്, ആരോൺ, പ്ലീസ് സ്വിച്ച് ഓൺ യുവർ ക്യാമറ. Yes, Avani, you can read. Our dress. People in different parts of country. We different clothes that on the climate and culture. Climates and cultures from their place. The climate from a climate of a place determines
determines the type of type of clothes people wear at different time types of the year. of the year. Okay, Nida, Pupils stop. living- Please stop, Avani Kuti. Nida Fatima, please unmute. Unmute ചെയ്തേ മോളെ നിദ. Nida, please unmute. Yes. വായിച്ചോ? കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. വായിച്ചോ. ഫസ്റ്റ് മുതലേ വായിക്കുമ്പോളെ people in different parts of our country. Our dress. People in different part of our country wear different colors. These Clothes, different clothes, not colors. Depend on the climate and Culture of that place. The climate of a place determines the determine the type of clothes people wear at different times of the year. People living in living on cold areas wear thick woolen clothes. those living in Those living warm areas wear light cotton cloth. Light cotton cloths. Okay, good. മക്കളെ മതി all of you please stop. മക്കളെ നമ്മുടെ ടൈം കഴിയാനായി. അപ്പൊ ഇന്ന് വായിക്കാൻ പറ്റാത്തവരെ മിസ് അടുത്ത ദിവസം വായിപ്പിക്കൂട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ടെക്സ്റ്റ് നന്നായി വായിക്കില്ലേ? Yes. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.